ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. അല്ലേ നിധി, ഇവൻ അസൂയല്ലയോ? പറ നിധി. നിധി ദേഷ്യപ്പെട്ട് എണീറ്റ് പോകുന്നു. അത് ശരി, അപ്പോൾ ദേഷ്യം വരുന്നുണ്ടല്ലേ? നിന്നെ എൻ്റെ അടുക്കൽ എത്തിക്കാൻ ദൈവം കൊണ്ടുവന്ന ടൂണാണ് ആ കുട്ടി നിധി. ഇനിയും ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നികേഷേ, അവൾ എണീറ്റ് പോയത് കണ്ടോ? അവളുടെ ഭർത്താവിനെ വേറൊരുത്തി നോക്കിയെന്ന് അറിഞ്ഞപ്പോൾ സഹിക്കാതെ എണീറ്റ് പോയതാ. ഇത് മതിയടാ. ആ പെൺകുട്ടിയെ വെച്ച് നിന്റെ ഏട്ടത്തിയുടെ മുട്ട് ഞാൻ മടക്കിപ്പിക്കും. നികേഷിന്റെ കൈ പിടിച്ചു തിരിക്കുന്നു. ആ സോറിയടാ, ഇയാക്കെന്താ പ്രാന്തായോ? സുഭാഷ് ഏട്ടന്റെ ഫോൺ അടിക്കുന്നു. ഹലോ, പറഞ്ഞു ഏട്ടാ. ഞാൻ നേരത്തെ വിളിച്ചായിരുന്നല്ലോ, നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? അതെ, ഞാൻ പുറത്തിത്തിരി ജോലിയിലായിരുന്നു, ഫോൺ അടിച്ചത് കേട്ടില്ല. ഇപ്പൊ എന്തായാലും എടുത്തല്ലോ. ഒരു അടിയന്തര കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ഏട്ടാ, പറയേട്ടാ. നീ അപ്പോഴത്തേന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് വീട് കാണാൻ, അത് പറയാൻ വിളിച്ചതാ. ഇങ്ങോട്ടോ? പിന്നല്ലാതെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നാളെയോ? ആ, നാളെ തന്നെ. പെണ്ണ് വീട്ടിൽ നിന്ന് വീട് കാണാൻ വരണ്ടായോ? പിന്നെ മനസ്സിലായി, നാളെന്ന് പറഞ്ഞതുകൊണ്ടാ. എന്താ, നാളെ നിങ്ങളുടെ വീട്ടിൽ ആരും കാണത്തില്ലയോ? അതല്ല പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? നാളെ നല്ല നാളാണ്, അതാണ് നാളെ തന്നെ വരാൻ തീരുമാനിച്ചത്. പെണ്ണും ചെറുക്കനും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർപ്പാക്കുന്നതല്ലയോ നല്ലത്? അതല്ല, ഈ കാര്യം ഞാൻ വീട്ടിൽ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിനെന്താ, ഇപ്പം പറഞ്ഞാൽ പോരെ? അതിനല്ലേ ഞാൻ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞത്. നാളെ 4 മണിക്ക് അവരെല്ലാവരും കൂടെ വീട്ടിൽ വരും. അതിനുള്ളിൽ എല്ലാവരോടും പറഞ്ഞു വെക്ക്. ഓക്കെ. ഓക്കെ ചേട്ടാ, നാളെ നേരിട്ട് കാണുമ്പോൾ ബാക്കി സംസാരിക്കാം. പിന്നെ കാണിക്കുന്ന പിറ്റേന്ന് രാവിലെയാണ്. സുഭാഷ് ചേട്ടൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. വൈകിട്ട് ആ പെണ്ണിന്റെ വീട്ടുകാർ വരുന്ന കാര്യം ഞാൻ ഇവിടെ എങ്ങനെ പറയും? ഈ വിഷയം ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി എന്തും പറഞ്ഞു തുടങ്ങും. നിധി വരുന്നു. സുഭാഷ് ചേട്ടാ, ഇതേ അരി വെന്ത് തൂവി പോകുന്നു. സുഭാഷ് ചേട്ടൻ എന്താലോചിച്ച് നിൽക്കുക? ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു. ഒന്നുമില്ല മോളെ. ഒന്നുമില്ലേ? എന്തോ ഉണ്ടല്ലോ. സത്യമായിട്ട് ഒന്നുമില്ല. നികേഷ് വരുന്നു. സുഭാഷ് ചേട്ടാ, ടിഫിൻ ബോക്സ്. 1 മിനിറ്റ്. ഇതെന്താ, നീയല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞേ? ഞാനോ? ഞാൻ ടിഫിൻ ബോക്സാ ചോദിച്ചത്. ആണോ? എടാ, അരി വാർത്തില്ല. അപ്പം ഞാനെന്താ കൊണ്ടുപോകേണ്ടത്? എടാ, നീ ക്യാൻറ്റീനിൽ നിന്ന് വല്ലതും കഴിക്കും, ഞാൻ പൈസ തരാം. അത് വേണ്ട, പൈസ എൻ്റെ കയ്യിലുണ്ട്. സുഭാഷ് ചേട്ടാ, അത് വാർക്കണ്ടായോ? അയ്യോ, അത് മറന്ന്. ഇങ്ങോട്ടാ, ഞാൻ വാർക്കാം. വേണ്ട, ഞാൻ ചെയ്തോളാം. സുഭാഷ് ചേട്ടൻ എന്താ കൺഫ്യൂഷൻ ഉള്ളത്? എന്ത് പറ്റി? ഒന്നുമില്ല. ഹരീഷ് പറയുന്നു. ഞാനും നോട്ട് ചെയ്തു. ഇന്നലെ മുഴുവൻ ഉറങ്ങിയിട്ടില്ല, എന്തോ ആലോചിച്ചിരിക്കുമായിരുന്നു. എന്തു പറ്റി? എന്തുവാ ഇതിനു മാത്രം ആലോചിക്കാൻ? എന്താലോചിക്കാനാ? ഒന്നുമില്ലടാ, ഞാൻ ജോലിയുടെ കാര്യം ആലോചിച്ചിരിക്കുമായിരുന്നു. ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് കാപ്പി വേണോ? അതിന് കാപ്പി തന്നില്ലല്ലോ. തന്നില്ലേ? എന്നാൽ ഞാൻ ഇപ്പം ഉണ്ടാക്കാം. വേണ്ട, ഞാൻ പോവാ. ഞാനും ഒന്ന് ഇറങ്ങുക. സുഭാഷ് ചേട്ടൻ ഓക്കെ അല്ലേ? ആ, ഓക്കെയാ. എടാ നികേഷേ, ഈ ഷർട്ട് എങ്ങനെയുണ്ട്? ആ, കൊള്ളാം. എങ്ങനെയുണ്ട് നിധി? ഞാൻ എടുത്തു തന്ന ഷർട്ടല്ലേ? എനിക്കറിഞ്ഞൂടെ? കൊള്ളാം. ഇത് ഏട്ടത്തി വാങ്ങി തന്ന ഷർട്ടാണല്ലേ? ഇങ്ങനെ നല്ല ഷർട്ടിട്ട് സുന്ദരനായി എങ്ങോട്ടാ പോന്നേന്നറിയാമോ? അയ്യടാ, സുന്ദരനോ? ആ, സുന്ദരനും വാനരൻ എന്നൊരർത്ഥമുണ്ട് ഹരീഷേട്ടാ. രാമായണത്തിൽ സുന്ദരകാന്ഡം കേട്ടിട്ടില്ലേ? ഹനുമാൻ ലങ്കയിലേക്ക് പോയ വലിയ കഥ കേട്ടിട്ടില്ലല്ലേ? കേട്ടിട്ടില്ലായിരിക്കും അല്ലേ? ആ, സുന്ദരൻ അപ്പോൾ എങ്ങോട്ട് പോവാന്ന് പറയാമോ? അതെ, നിധി ചോദിക്കട്ടെ. ഞാൻ എന്തിനു ചോദിക്കണം? ചുമ്മാ ചോദിക്കുക, ഞാൻ പറയാം. എന്നും രാവിലെ നിങ്ങൾ ജോലിക്കല്ലേ പോന്നേ? അതാണ്, പക്ഷെ ഇന്ന് അതിനല്ല. ഞാനേ അവളെ കാണാൻ പോവാണ്. എവളെ? എടാ, അവളെ. ബസ് സ്റ്റോപ്പിൽ എന്നെയും കാത്തു നിൽക്കുന്ന പഞ്ചവർണ്ണ കിളിയെ. അവളെ കാണാൻ. സുധീഷ് പാട്ട് പാടുന്നു. ഒരുമാതിരി പൈങ്കിളി ഏർപ്പാടാ സുധീഷ് ഏട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. അവളെ കാണുന്നത് പൈങ്കിളി ഏർപ്പാടാണെങ്കിലേ ഞാൻ അതങ്ങ് സഹിച്ചു. സുധീഷ് ഏട്ടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലയോ? അതെ. എന്ന് ആര് പറഞ്ഞു? നിന്റെ ഏട്ടത്തി പറഞ്ഞോ? എടാ, അത് കല്യാണമല്ല, കല്യാണം മാതിരിയാണെന്നല്ലേ നിന്റെ ഏട്ടത്തി പറഞ്ഞത്? ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. കല്യാണമല്ല, കല്യാണം മാതിരിയാണ്. കേട്ടില്ലേ? അപ്പോൾ ഞാൻ ആരെ കാണാൻ പോയാലും പ്രശ്നമില്ലല്ലോ. ഉണ്ടോ? അപ്പോൾ ഞാൻ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോണേ. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണേ. ഒന്ന് നിർത്തടോ, കുറച്ച് മണം വരട്ടെ. എന്നാൽ കുറച്ച് വായിലൂടെ അടിക്ക്. അതിൽ നിന്ന് വരുന്ന ഭാഷയ്ക്കാണ് നാറ്റം. ദാ നോക്കടാ. വായിലേക്കുള്ളത് വേറെ കരുതിയിട്ടുണ്ടോ? അങ്ങനെ ദേഷ്യം കേറട്ടെ. സുധീഷ് ഏട്ടാ, ഇതൊക്കെ അനാവശ്യ കാര്യമാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തോ എൻ്റെ ആവശ്യം നിനക്കൊക്കെ അനാവശ്യമായിട്ട് തോന്നിയേക്കാം. സുധീഷ് പാട്ട് പാടി ഡാൻസ് കളിക്കുന്നു, കതവിൽ ചെന്ന് മുട്ടുന്നു. തുടക്കത്തിലെ ശകുനം പാളി. ഇനിയെങ്കിലും നിർത്തിയേ കൊള്ളാം. സുന്ദരനായ എന്നെ സുന്ദരിയായ ഒരു പൂമ്പാറ്റക്കിളി തേടി വന്നതിൻ്റെ അസൂയ നിനക്കൊക്കെ. പിന്നെ പൂമ്പാറ്റ കിളിയോ? അതെന്തൊരു കിളി? അത് നിന്റെ ഏട്ടത്തിയോട് ചോദിക്ക്, ഏട്ടത്തി പറഞ്ഞു തരും. ഏട്ടത്തി കലിപ്പാണോ? പറയണോന്ന് ചോദിച്ചു നിധി സുധീഷിനെ അടിക്കുന്നത് സ്വപ്നം കാണുന്നു നിധി. ഹലോ, ഞാൻ പോവാണേ. പൊക്കൂടെ? അത് എന്നോട് ചോദിക്കണോ? അല്ല, അവിടെ വരെ കൂടെ വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് പോകാനറിയാം. ഓക്കെ, ബൈ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. സുഭാഷ് ഏട്ടൻ വന്ന് ചോദിക്കുന്നു. അവൻ എങ്ങോട്ടാ പോയത്? എവിടെങ്കിലും പോയി തൊലയട്ടെ, നമുക്ക് പോവാൻ നികേഷേ. ദാ മോളെ,
ഞാൻ വേഗം 4-5 ദോശ ഉണ്ടാക്കി, ഉച്ചയ്ക്കൊന്നും ഇല്ലാതിരിക്കണ്ട. ബാ നികേഷേ, എന്നാ ചേട്ടാ ഞാൻ പോട്ടെ. സുഭാഷ് ചേട്ടാ എന്താടാ? ആ ബസ് സ്റ്റോപ്പിൽ കാണുന്ന പെൺകുട്ടിയെ കാണാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടത്തി ചൂടാക്കിയതാ സുധീഷ് ഏട്ടൻ. ഇവൻ ഇതെന്തിന്റെ കേടാ, അത് അനുഭവിക്കുമ്പോ പഠിച്ചോളൂ. എന്നാ ഞാൻ പോവാന്നേ. ആ ഷോ, നിധിയെ കാണുന്നില്ലല്ലോ. ഇളി കണ്ടാലും മതി. എടി മരക്കഴുതെ, ഞാൻ ഇത്തിരി ചിരിയും കളിയൊക്കെ നിന്നോട് കാണിക്കും. അതെ, നിന്നെ തലയിലെടുക്കാനല്ല, നിധിയെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാനാ. ആ വരുന്നുണ്ട് എൻ്റെ നിധി. എൻ്റെ പണി വീഴും മോളെ. നീ എന്താടാ ഇത്രയും ഫീലാവുന്നത്? എന്നാലും ആ കുട്ടി അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഏട്ടത്തി. പോട്ടടാ, നിനക്ക് അതിലും നല്ല പെൺകുട്ടിയെ കിട്ടും. ഏട്ടത്തി ദാ നോക്കിയേ, നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിനാണല്ലേ? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുത്തില്ലായിരുന്നു. വൃത്തികെട്ടവൻ. അയാളും അയാളുടെ ഒരു കൂളിംഗ് ഗ്ലാസും. എടാ നികേഷേ, നീ പറഞ്ഞത് ശരിയാ. എന്ത്? അവള് വന്നപ്പോൾ മുതൽ എൻ്റെ മുഖത്തൊന്നും കണ്ണെടുക്കുന്നില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്താണാവോ ഞങ്ങൾ നേരത്തെ കാണാഞ്ഞത്? അയ്യോ, നിധിയായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. എന്താ തിമിരം വന്നോ? അതാണോ കറുത്ത കണ്ണട? നന്നായി, നൈസ്. എന്നെ കാത്തിരിക്കുന്ന, എനിക്ക് വേണ്ടി എന്നും കാത്തു നിൽക്കുന്ന, എൻ്റെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുട്ടിയെ കാണാൻ വന്നതാ. അതിൻ്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് നിധിയെ കാണാൻ പറ്റിയില്ല. ഒന്നും വിചാരിക്കല്ലേ സുധീഷേട്ടാ, ഓവറാക്കല്ലേ. ഇല്ലടാ, ഇതെല്ലാം നോർമൽ അല്ലയോ? പക്ഷേ ഈ കണ്ണട ഒരു പൊടിക്ക് ഓവറാന്ന് പറയാം. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഓക്കെ അല്ലേ നിധി? കണ്ണു തട്ടാതിരിക്കാനേ നല്ലതാണ്. നൈസ്. ഒരു സുന്ദരിയായ പെൺകുട്ടി എന്നെ തേടി വരുമ്പോഴേ നിധിക്കുണ്ടാവുന്ന അസൂയ എനിക്ക് മനസ്സിലാവും. അസൂയോ? അതിന് നിങ്ങൾ എൻ്റെ ആരാ? കറക്റ്റ്. അതാണല്ലോ എൻ്റെ ആരെങ്കിലും ആവാൻ പോകുന്ന സുന്ദരി കുട്ടിക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നത്. ബൈ ദ ബൈ, എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കാൻ സമയമായി. ഞാൻ പോയിട്ട് വരാം. തനി കോമാളിയെ പോലെ ആയിട്ടുണ്ട്. ഹലോ, ഹായ്. ഇയാളെന്തോ പറയണമെന്ന് വെച്ചിരിക്കുമായിരുന്നു. നികേഷ് പറഞ്ഞു. അതെ, സുധീഷ് നിധിയെ നോക്കുന്നു. നിധി പെട്ടെന്ന് തിരിയുന്നു. അപ്പം നോക്കുന്നുണ്ടല്ലേ? ഞാൻ സുധീഷ്. കുട്ടിയുടെ പേരെന്താ? ഗായത്രി. ഇയാളെ ഷോർട്ടായിട്ട് വിളിക്കുക, ഗായു. പോരെ? പൊതുവേ സുധീഷേട്ടൻ പഞ്ചാരയാണ്. ഈ കുട്ടി ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഒലിപ്പിക്കുമായിരിക്കും. ചെന്ന് പറയേട്ടത്തി സുധീഷേട്ടന്റെ ഭാര്യയാണെന്ന്. എന്തിന്? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലാത്തോണ്ടല്ലേ സുധീഷ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നത്. പോട്ടെ, എത്രത്തോളം പോകുമെന്ന് കാണാമല്ലോ. ഇയാൾ ദിവസം കോളേജിൽ പോകുന്ന ബസ്സിലാണോ? അതെ. വേണമെങ്കിൽ ഇന്ന് വെറൈറ്റിക്ക് ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഗുഡ്. ആദ്യത്തെ ചോദ്യത്തിന് തന്നെ കുട്ടികളെ എടുത്തു ചാടാൻ പാടില്ല. ബസ് വരുന്നവരെ ഞാൻ കമ്പനി തരാം, അത് മതി. ഓട്ടോ, നീ വരുന്നുണ്ടോ? ഇല്ല ഏട്ടത്തി, ഞാൻ ബസ്സിന് പൊക്കോളാം. അത് ശരി, നിനക്ക് കൊള്ളുന്നുണ്ടല്ലേ? ശരിയാക്കി തരാം. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ സ്നേഹം നേടാൻ ഇമ്മാതിരി പോക്കൃത്തരം ആരെങ്കിലും കാണിക്കുമോ? ഇയാൾ കുടുങ്ങും, ഉറപ്പായിട്ടും കുടുങ്ങും. സുഭാഷ് ഏട്ടൻ നിധിയെ കാണാൻ വരുന്നു. സുഭാഷ് ഏട്ടൻ ഇവിടെ നിന്ന് എന്താ അകത്തോട്ട് വന്നുകൂടായിരുന്നോ? അയ്യോ, ഞാൻ പണിസ്ഥലത്തു നിന്ന് വരുന്ന വഴിയാ. അല്ല, ജോലി സമയത്ത് കാണാൻ വരുന്നതിന് കുഴപ്പമില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല. സുഭാഷ് ഏട്ടൻ കാര്യം പറഞ്ഞോ? അല്ല, അതെ, മോളോട് എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അതൊന്നുമല്ല. നമ്മുടെ ആ ബ്രോക്കർ ഇല്ലയോ, ഒരാലോചന കൊണ്ടുവന്നായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ വൈകിട്ട് വരുന്നുണ്ട്. ആഹാ, അത് നല്ല കാര്യമല്ലേ. ഇത് പറയാനാണോ ഇത്ര ബുദ്ധിമുട്ടിയത്? നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ രാവിലെ എന്നെ ലീവിന് കൊടുത്തേനെ. അവരിപ്പോഴാ വിളിച്ചു പറഞ്ഞേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരുമെന്ന്. എന്താ മറുപടി പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. അവർ വരട്ടെ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തോളാം. അല്ല, പെൺകുട്ടി ആരാ? എവിടെ വീട്? കാര്യങ്ങളെല്ലാം അന്വേഷിച്ചാണോ? ഞാൻ സുധീഷിനെ വിട്ട് അന്വേഷിപ്പിക്കാം. അതൊന്നും വേണ്ട, എല്ലാം ഞാൻ അന്വേഷിച്ചു. എന്ത്? സുഭാഷ് ഏട്ടൻ അന്വേഷിച്ചെന്നോ? അപ്പം അറിയുന്ന കുട്ടിയാണോ? മുമ്പേ പരിചയമുള്ളയാണോ? അല്ല, അങ്ങനെ പരിചയമൊന്നുമില്ല. ബ്രോക്കർ പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടു, സംസാരിച്ചു, അത്രേ ഉള്ളൂ. പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചെന്നോ? അതെ. ഇതെപ്പോൾ? 2-3 ദിവസം മുമ്പ്. എന്നിട്ട് പറഞ്ഞേ ഇല്ലല്ലോ. സുഭാഷ് ഏട്ടൻ തനിയെ പോയാണോ കണ്ടേ? അതെ, സത്യം. എന്താ പിന്നെ എന്നോട് പോലും പറയാഞ്ഞേ? പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായേനെ. അപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് പോയി കണ്ട് എല്ലാം ഉറപ്പിച്ചിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് അല്ലേ? ഭയങ്കര ആളാ സുഭാഷ് ഏട്ടൻ. അയ്യോ മോളെ, അതുകൊണ്ടൊന്നും അല്ല. ഓരോ തവണ പെൺവീട്ടിൽ പോകുമ്പോഴും നിങ്ങളെല്ലാം കണ്ട് സംസാരിച്ച് പോരും. നടക്കാതാകുമ്പോൾ എല്ലാവർക്കും അത് സങ്കടമാവും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോയത്. നമ്മളെപ്പറ്റി, നമ്മുടെ കുടുംബത്തെപ്പറ്റി ഞാൻ തുറന്ന് സംസാരിച്ചു. അവരെ പറ്റിയും പറഞ്ഞു. എല്ലാം ഓക്കെ ആണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. ഇതെല്ലാം വീട്ടിലുള്ളവരോട് എങ്ങനെ പറയുമെന്ന് അറിയത്തില്ല. മോൾ എല്ലാവരോടും ഒന്ന് ഫോൺ വിളിച്ച് പറയാമോ? ഇത് പറയാൻ എന്തിനാ സുഭാഷ് ഏട്ടൻ മടിക്കുന്നത്? ഇതറിഞ്ഞാലേ എന്നെക്കാട്ടിലും സന്തോഷം അവർക്കായിരിക്കും. അതെ, നമ്മളെ കാണാൻ പെൺവീട്ടിൽ നിന്ന് ആള് വരുന്നെന്ന് പറയാനേ എനിക്കൊരു മടി. എനിക്ക് വേണ്ടിയേ മോള് പറഞ്ഞാൽ മതി. ശരി, ഞാൻ പറയാം. അല്ല, എപ്പോഴാണ് അവർ വരുന്നേ? അത് പിന്നെ ഉച്ച കഴിഞ്ഞ്. എന്നാൽ ഞാൻ നേരത്തെ ഇറങ്ങിക്കോളാം. അവർ വരുമ്പോഴത്തേനെ എല്ലാം റെഡിയാക്കി വെക്കാം. ശരി, എന്നാൽ ഞാൻ പോട്ടെ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.